കേന്ദ്ര സർക്കാരിൻ്റെ ആ വമ്പൻ ആനുകൂല്യം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 16ാമത്തെ ഗഡു നമ്മളുടെ കർഷകരുടെ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നിക്ഷേപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അറിയിച്ചതുപോലെ തന്നെ ഫെബ്രുവരി മാസം 28-ാം തീയതി തന്നെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർവഹിച്ചു. രാജ്യത്തെ കർഷകരെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയുണ്ടായി. ഈ വേളയിൽ തന്നെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണോദ്ഘാടനം, കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 2000 രൂപ വിതരണോദ്ഘാടനം നിലവിൽ പ്രധാനമന്ത്രി നിർവഹിച്ചത്. അപ്പോൾ ഈ പദ്ധതി 4:30-ക്ക് വിതരണം ചെയ്യുമെന്നൊക്കെ അറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ബാങ്കിങ് ടൈം എല്ലാം കഴിഞ്ഞ് ഒരു 7 മണിയോടെയാണ് പ്രധാനമന്ത്രി ഈ സ്വിച്ച് ഓൺ കർമ്മം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചത്. അതിനുശേഷം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പലരുടെയും അക്കൗണ്ടിലേക്ക് തുക ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ 10% വരുന്ന ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ, അതായത് 28-ാം തീയതി അക്കൗണ്ടിൽ തുകയെത്തിയത്. ബാക്കിയുള്ളവർക്കെല്ലാം ഇന്നു മുതലാണ് ആനുകൂല്യം എത്തിച്ചേരുന്നത്. അതായത് 2000 രൂപ ഇന്ന് രാവിലെയോടെയൊക്കെ ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങും. ഇന്ന് ബാങ്കിങ് ടൈം തീരുന്നതിന് മുൻപ് തന്നെ പരമാവധി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ 2000 രൂപ എത്തിച്ചേരുന്നതായിരിക്കും. ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള സീഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഈ 2000 രൂപ എത്തിച്ചേരുന്നത്. നമുക്ക് ബാങ്ക് ബാലൻസ് മിസ്ഡ് കോൾ സേവനം വഴി പരിശോധിക്കുകയോ, ഇനി ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉള്ളവർ ആ രീതിയിൽ ബാലൻസ് ഒരു 2000 രൂപയുടെ വർധനമുണ്ടോ എന്ന് നോക്കുകയോ, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനുള്ളവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ATM കാർഡ് ഉള്ളവർക്ക് ATM മെഷീനിലിട്ട് തന്നെ ബാലൻസിൽ ഒരു 2000 രൂപയുടെ വർധനമുണ്ടോ എന്നൊക്കെ ഈ രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി സാധിക്കും. കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ച ദിവസം തന്നെ തുക വിതരണം നിർവഹിച്ചു. പക്ഷേ ബാങ്കിൻ്റെ ഒരു ചെറിയ വിഷയമുള്ളതുകൊണ്ട്, അതായത് പ്രവർത്തന സമയം കഴിഞ്ഞതുകൊണ്ട് ഈ സെർവറിനൊക്കെ ചില ഡൗൺ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന ചില സാഹചര്യങ്ങളിലാണ് ഈ പ്രോസസ്സിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പണം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് താമസമെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പലർക്കും ഈ അക്കൗണ്ടിൽ ഈ തുക കാണാൻ സാധിക്കാഞ്ഞത്. എന്നാൽ ഇന്ന് വീണ്ടും ബാങ്കിങ് ടൈമായി. ഇപ്പോൾ തുക പലരുടെയും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തുക ലഭിച്ചവരെല്ലാം തന്നെ നമ്മളുടെ വീഡിയോയുടെ കമൻറ്റിൽ നമ്മളുടെ ബാങ്കും അതോടൊപ്പം തന്നെ തുക ലഭിച്ച സമയമൊക്കെ അല്ലെങ്കിൽ എന്നാണ് തുക ലഭിച്ചത് എന്നൊക്കെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ തുക ലഭിക്കാത്തവർക്ക് അതൊരു ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് കൂടിയാണ്. അപ്പോൾ തുക കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. 15 ഗഡുക്കളും മുടങ്ങാതെ ലഭിച്ചിട്ടുള്ളവർക്ക് ഈ പ്രാവശ്യത്തെ ഗഡുവും ഒരു മുടക്കവും കൂടാതെ അവരുടെ അക്കൗണ്ടിൽ തന്നെ എത്തിച്ചേരും. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആണെങ്കിൽ അവിടെയും ഈ തുക എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യം വിതരണം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പലർക്കും ഇത് തടസ്സപ്പെടുമെന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നും മൂലമല്ല, ഈ KYC ചെയ്യാത്തതും ലാൻഡ് സീഡിങ് ചെയ്യാത്തതും അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്യാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ 34,000-ഓളം വരുന്ന ആളുകൾ, ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ 20,000-ന് മുകളിൽ ആളുകൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ളവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും. കാരണം ആധാർ അധിഷ്ഠിതമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ സംവിധാനം, നേരത്തെ ഇളവുകളൊക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ. അപ്പോഴും ചെയ്യാത്തവർക്കാണ് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുൻപ് മുടങ്ങിയവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തവരുണ്ട്. അവർക്കൊക്കെ പരമാവധി 2 ഇൻസ്റ്റാൾമെൻറ്റും 3 ഇൻസ്റ്റാൾമെൻറ്റും ഒക്കെ ഒരുമിച്ച് ലഭിച്ചവരുമുണ്ട്. ആ കാര്യങ്ങൾ കൂടിയൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഈ സ്കീമിനെ പറ്റി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങളെ പറ്റി കൃത്യമായിട്ട് ഒരു ധാരണയുണ്ടാകും. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.